ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം പ്രഥമാധ്യായം. നമ്മൾ ഇന്നലെ 22-ാം ശ്ലോകത്തിലാണ് നിർത്തിയത് അല്ലേ? അപ്പോൾ കണ്വവംശത്തിൻ്റെ അവസാനം അല്ലേ? കണ്വവംശത്തിൻ്റെ അവസാനം കണ്വവംശക്കാർ 345 വർഷം ഭൂമിയെ അനുഭവിക്കുന്ന പറയണേ. അപ്പോൾ ഭരിക്കുകയല്ലേ ചെയ്യണേ, ഭൂമിയെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്വവംശത്തിലെ അവസാന രാജാവായിട്ടുള്ള സുശർമാവിനെ അവൻ്റെ ഭൃത്യനായിട്ടുള്ള ആന്ധ്രജാതിയിൽ ജനിച്ചവനും ബലീകന് പേരുള്ളവനും വളരെ ദുർമാർഗതൽപരനുമായിട്ടുള്ളൊരു ശൂദ്രൻ സംഹരിച്ച ശേഷം കുറക്കാലം ഭൂമിയെ അയാളും സ്വാധീനത്തിൽ വെച്ച് അനുഭവിക്കും. കൃഷ്ണനാമാധതൽ ഭരാത ഭവിത പൃഥിവീപതി ശ്രീശാന്തകർണ തത്പുത്ര പൂർണ്ണമാസസ്തു തത്സുത. ആ ബലീകന് പേരാ കണ്വവംശത്തിലുള്ള രാജാവിനെ കൊന്ന ബലീകൻ്റെ സഹോദരനായിട്ടുള്ള കൃഷ്ണന് പേരായവൻ പിന്നെ രാജാവാവും. അവൻ്റെ പുത്രൻ ശ്രീശാന്തകർണൻ, അവൻ്റെ പുത്രൻ പൂർണ്ണമാസൻ. ലംബോദരസ്തു തത്പുത്ര തസ്മാച്ചിബിലഗോ നൃപ മേഘസ്വാതി ചിബിലഗാത് അടമാനസ്തു തസ്യ ചാം. പൗർണമാസൻ്റെ പുത്രൻ ലംബോദരപുത്രൻ ചിബിലനും, ചിബിലകപുത്രൻ മേഘസ്വാതിയുടെ പുത്രൻ അടമാനൻ. അനിഷ്ടകർമാഹാലേയ തലഗത്തസ്യാത്മജാ പുരീഷ ഭീരുതത്പുത്ര തദൂരാജാ സുനന്ദനാം. അടമാനപുത്രൻ അനിഷ്ടകർമാവിൻ്റെ പുത്രൻ ഹാലേയൻ, ഹാലേയപുത്രൻ തലകപുത്രൻ പുരീഷഭീരു അവൻ്റെ പുത്രൻ രാജാവായിട്ടുള്ള സുനന്ദനൻ. ചകൂരു നവമോയത്ര ശിവസ്വാതിർ അരിന്ദമാ തസ്യാവി ഗോമതീപുത്ര പുരീമാൻ ഭവിത. തഥാ സുനന്ദപുത്രൻ ചകോരപുത്രൻ അനവമൻ്റെ പുത്രൻ ശിവസ്വാതിയുടെ മകൻ അരിന്ദമപുത്രൻ ഗോമതിയുടെ പുത്രൻ പുരീമാൻ. മേധ ശിരാശിവസ്കന്ധൂ യജ്ഞശ്രീ തത്സുത തഥാം വിജയത്തത്സുതോ ഭാവ്യ ചന്ദ്രവിജ്ഞ സലോമധി. പുരീമാൻ്റെ പുത്രൻ മേധശിരസിൻ്റെ മകനാണ് ശിവസ്കന്ധപുത്രൻ യജ്ഞശ്രീയുടെ പുത്രൻ വിജയപുത്രൻ ചന്ദ്രവിജ്ഞൻ്റെ പുത്രൻ സലോമധീം. ഏതേ ത്രിംശൻ നൃപതയ ചത്വാര്യബ്ദ ശതാനി ച ഷട്പഞ്ചാശ്ച പൃഥിവീം ഭോക്ഷ്യന്തി കുരുനന്ദന. കുരുകുലശ്രേഷ്ഠ ഈ 30 രാജാക്കന്മാർ 456 വർഷം കാലം ഭൂമി അനുഭവിക്കും. 25 പേരുടെ പേര് കാണുന്നുള്ളൂ എന്ന് സാരം. സപ്തഭീര ആവഭൃത്യ ദശഗർദഭിനോ നൃപ കങ്കാഷോഢശഭൂപാല ഭവിഷ്യന്ത്യതിലോലുപ. അവഭൃത്യന് പേരായ സപ്ഞയോടുകൂടി ആഭീരജാതിയിൽ ജനിച്ച 7 പേര്, ഗർദഭികൾ എന്ന് പേരുള്ള 10 പേര്, കങ്കന്മാരെന്ന് പേര് 16 പേര്. ഇവരെല്ലാവരും അത്യന്തം വിഷയാസക്തരായിട്ട് ഭവിക്കും രാജാക്കന്മാർ. തതൂ അഷ്ടൗ യവനാം ഭാവ്യ ചതുർദശതുരുഷ്കഗാ ഭൂയോ ദശഗുരുണ്ഠാശ്ച മൗന ഏകാദശൈവതു. പിന്നെ 8 രാജാക്കന്മാർ യവനന്മാരും 14 പേര് തുലുക്കന്മാരും പിന്നെ 10 പേര് ഗുരുണ്ഠന്മാരും പിന്നെ 11 പേര് മൗനന്മാരുമായിരിക്കും. ഏതേ ഭോക്ഷ്യന്തി പൃഥിവീം ദശവർഷശതാനി ച നവാധികാം ച നവതീം മൗനാ ഏകാദശക്ഷിതീം. ഭോക്ഷ്യന്ത്യബ്ദ ശതാന്യംഗത്രീണിതൈ സംസ്ഥിതേ തഥാ. മൗനന്മാർ ഒഴികെയുള്ള ആഭിരാദികളായിട്ടുള്ള 65 രാജാക്കന്മാർ 1099 വർഷം ഭൂമി അനുഭവിക്കും. അനന്തരം മൗനന്മാരെന്ന് പറയപ്പെടുന്ന 11 രാജാക്കന്മാർ 300 വർഷക്കാലം ഭൂമിയെ ഭരിക്കും. മൗനന്മാരെല്ലാവരും മരിച്ച് പിന്നെ വേറൊരു സംഘക്കാർ ഭൂമിയെ ഭരിക്കും. കിലികിലായാം നൃപതയോ ഭൂതനന്ദോധവങ്കിരി ശിശുനന്ദിശ്ച തദ്ഭ്രാത യശോവന്തി
പ്രവീരകാം ഇത്യേതേ വൈ വർഷശതം ഭവിഷ്യന്ത്യധികാനി ഷഡ്. കിലികിലാന്ന് പേരായ പുരിയിൽ ഭൂതനന്ദനൻ, വംഗിരി, ശിശുനന്ദിയുടെ സഹോദരൻ യശോനന്ദി, പ്രവീരകൻ ഈ രാജാക്കന്മാർ 106 വർഷം രാജാക്കന്മാരായിരിക്കും. തേഷാം ത്രയോദശസുതാം ഭവിതാരശ്ച ബാഹ്ലികാ പുഷ്പമിത്രോധരാജന്യു ദുർമിത്രോസ്യ തഥൈവ ച. ഏകകാല ഇമേ ഭൂവ സപ്താന്ധ്ര സപ്തകോസല വിദൂരപതയോ ഭവ്യ നിഷാധ. തഥയേവ ഹി. അവർക്ക് ഭൂതനന്ദാദികൾക്ക് ബാഹ്ലികന്മാരെന്ന് പേരുള്ള 13 പുത്രന്മാരുണ്ടാവും. അനന്തരം പുഷ്പമിത്രന്ന് പേരായിട്ടുള്ള മറ്റൊരുത്തൻ രാജാവായിട്ട് വരും. പുഷ്പമിത്രന് ദുർമിത്രന്ന് പേരായിട്ടുള്ള പുത്രരുണ്ടാവും. അതേ കാലത്ത് തന്നെ ആന്ധ്രന്മാർ, കോസലന്മാർ, നിഷധന്മാരിങ്ങനെ അതത് ദേശങ്ങളുടെ ആധിപത്യം നിമിത്തം ദേശനാമധേയങ്ങളാൽ പ്രഖ്യാതരായിട്ടുള്ള രാജാക്കന്മാർ ഖണ്ഡമണ്ഡലാധിപന്മാരായിട്ട് ഭവിക്കും. മാഗധാനാം തു ഭവിതാ വിസ്ഫൂർജീപുരഞ്ജയാ കരിഷ്യത്യപരോ വർണ്ണാൻ പുളിന്ദ യഥമദ്രകാൻ. മാഗധന്മാരുടെ വംശത്തിൽ വിസ്ഫൂർജീന്നും പുരഞ്ജയനെന്നും പേരായിട്ടുള്ള 2 പേരുണ്ടാവും. അവരിൽ പുരഞ്ജയൻ, പുളിന്തന്മാർ, യദുക്കള മദ്രന്മാർ പേര് ഇങ്ങനെയുള്ള വംശക്കാരെ ബ്രാഹ്മണാദി വർണ്ണങ്ങളുടെ സ്ഥാനങ്ങളിൽ നിശ്ചയിക്കും. പ്രജാശ്ച ബ്രഹ്മഭൂയിഷ്ഠ സ്ഥാപയിഷ്യന്തി ദുർമതീം വീരവാൻ ക്ഷത്രമുത്സാദ്യ പത്മവത്യാം സവൈപുരീം അനുഗംഗാം അപ്രയാഗാം ഗുപ്താം ഭോക്ഷ്യതി മേദിനിം. ദുർബുദ്ധിയായിട്ടുള്ള പുരഞ്ജയൻ ബ്രാഹ്മണാദി ക്ഷത്രിയ വൈശ്യന്മാർ എന്ന 3 വർണ്ണങ്ങളിൽ ഉൾപ്പെടാതിരിക്കുന്ന പ്രജകളെ വർദ്ധിപ്പിക്കും. മഹാപരാക്രമിയായിട്ടുള്ള പത്മവതി എന്നുള്ള പുരിയിൽ രാജാവായി തീർന്ന് ക്ഷത്രിയന്മാരെ മുഴുവൻ നശിപ്പിക്കും. ഗംഗാദ്വാരം മുതൽ പ്രയാഗം വരെയുള്ള ഭൂമിയെ സ്വാധീനത്തിൽ വെച്ച് സംരക്ഷിച്ച് അനുഭവിക്കും. സൗരാഷ്ട്രാവന്ധ്യഭീരാശ്ച ശൂരാ അർബുദമാളവാ വ്രാത്യാദ്വിജാ ഭവിഷ്യന്തി ശൂദ്രപ്രായാഃ ജനാധിപ. അനന്തരം സൗരാഷ്ട്രം, അവന്തി, ആഭീരം, ശൂരം, അർബുദം, മാളവം ഈ രാജ്യങ്ങളിൽ വസിക്കുന്ന ബ്രാഹ്മണർ ഉപനയനരഹിതരായിട്ട് ശൂദ്രതുല്യരും രാജാക്കന്മാരെ പരിപാലിക്കുന്നവരായിട്ട് ഭവിക്കും. അപ്പോൾ പുരഞ്ജയൻ രാജാവ് തന്നെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരെ ഇല്ലാണ്ടാക്കിയിട്ട് വർണ്ണമില്ലാത്തവരെ ഉണ്ടാക്കും. അപ്പോൾ ആ ധർമ്മം വർദ്ധിച്ചു വരാൻ വേണ്ടിയിട്ടേ. അതിനുശേഷമോ സൗരാഷ്ട്രം, ആവന്തി, ആഭീരം, ശൂർദം, അർബുദം, മാളവം തുടങ്ങിയ രാജ്യങ്ങളിൽ വസിക്കുന്ന ബ്രാഹ്മണർ ഉപനയനമൊക്കെ വിട്ട് ശൂദ്രതുല്യരും ജനങ്ങളെ പരിപാലിക്കുന്നവർ രാജാക്കന്മാരെ പോലെയായിട്ട് ഭവിക്കും ബ്രാഹ്മണർ എന്ന് പറയുക. പൂണൂലൊക്കെ കാട്ടിക്കളഞ്ഞിട്ട്. സിന്ധു തടം ചന്ദ്രഭാഗം കാന്തീം കാശ്മീരമണ്ഡലം ഭോക്ഷ്യന്തി ശൂദ്രാവ്രാത്യദ്യ പ്ലേച്ഛാശ്ചാഹ ബ്രഹ്മവർച്ചസ. വേദാചാരശൂന്യന്മാർ, വ്രാത്രാദ്യ ഉപനയനമില്ലാത്തവർ മുതലായ ശൂദ്രന്മാരും മ്ലേച്ഛന്മാരും ഭോക്ഷ്യ. ഇപ്പോൾ സിന്ധു നദിയുടെ തീരം, ചന്ദ്രഭാഗ നദിയുടെ തീരം, സമീപപ്രദേശത്ത് കൗന്തി എന്ന് പേരായ പുരി, കാശ്മീരം എന്ന് പേരായ ഭൂമിഭാഗം, അവിടെയൊക്കെ ഉപനയനാദി സംസ്കാരമില്ലാത്ത ശൂദ്രന്മാർ, മ്ലേച്ഛന്മാർ, മുസ്ലിംസ് തുടങ്ങിയ വേദവിചാര വിഹീനർ അനുഭവിക്കും. അവിടെ ഭരിക്കാതെ വരും. തുല്യകാല ഇമേ രാജൻ മ്ലേച്ഛപ്രായാശ്ച ഭൂമൃത ഏതേ ധർമ്മ നൃതപരാ ഫൽഗുദാ തീവ്രമന്യവാ. അധർമ്മത്തിലും അനൃതത്തിലും അസത്യത്തിലും താല്പര്യമുള്ളവരും ഫൽഗുദ തുച്ഛസാധനങ്ങൾ ദാനം ചെയ്യുന്നവരും തീവ്രമന്യ അധികം ക്രോധമുള്ളവരും ഭൂഭൃത മ്ലേച്ഛതുല്യരായിട്ടുള്ള ഈ രാജാക്കന്മാർ ഒരേ കാലത്തിൽ ഭരിക്കുന്നവരായിരിക്കും. ഇവരെല്ലാവരും അധർമ്മത്തിലും അസത്യത്തിലും തൽപരരും ദാനം ചെയ്യണതിൽ താല്പര്യമില്ലാത്തവരും അതിക്രോധികളുമായിരിക്കും. സ്ത്രീബാലദ്വിജ വിഘ്നാഃ സ്ത്രീബാലഗോദ്വിജഘ്നാശ്ച പരദാരധനാദൃതാ ഉദിതാഃ തമിതപ്രായാൽപസത്വാൽപകായുഷ. സ്ത്രീബാലഗോദ്വിജഘ്നാശ്ച പരദാരധനാദൃതാ ഉദിതാ തമിതപ്രായാൽപസത്വാൽപകായുഷ. സ്ത്രീകൾ, ബാലന്മാർ, പശുക്കൾ, ബ്രാഹ്മണർ ഇവരെ ഹിംസിക്കുന്നവരും
അന്യരുടെ ഭാര്യ ധനങ്ങൾ ഇത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവരുടെ ഭാര്യയും ധനം അപഹരിക്കാൻ ആഗ്രഹിക്കുന്നവരും ക്ഷണത്തിൽ സന്തോഷിക്കുന്നവരും ക്ഷണത്തിൽ കോപിക്കുന്നവരുമായ അല്പമായിട്ടുള്ള ബലം ആയുസുള്ളവരായിരിക്കും അന്നത്തെ ആ കാലത്തെ രാജാക്കന്മാരെന്ന് പറയുക. അസംസ്കൃത ക്രിയാഹീന രജസാ തമസാവൃതാ പ്രജാസ്തേ ഭോക്ഷയിഷ്യന്തി മ്ലേച്ഛാരാജന്യരൂപിണ. ഗർഭാധാനം മുതലായ സംസ്കാരമില്ലാത്തവരും അഹിന്ദുക്കൾ എന്നർത്ഥം. അവരവരുടെ വർണ്ണാശ്രമാദികൾക്ക് ഉചിതമായിട്ടുള്ള വ്യാപാരമില്ലാത്തവരും ഓജസ്സും തമസും അധികരിച്ചവരും മ്ലേച്ഛതുല്യരായിട്ടുള്ള രാജാക്കന്മാർ ധനങ്ങളൊക്കെ അപഹരിച്ച് പ്രജകളെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ തുടങ്ങും. തന്നാധാസ്തേ ജനപദാം തശീലാചാരവാദിനഃ അന്യോന്യതോ രാജഭിശ്ചക്ഷയം യാസ്യന്തി. പീഡിത അവരുടെ നാട്ടുകാരും അതേമാതിരി ശീലാവിചാരങ്ങളോട് ആ രാജാക്കന്മാർ ശൂദ്രതുല്യരായിട്ടുള്ള രാജാക്കന്മാർ കാശ്മീർ തുടങ്ങിയ പ്രദേശത്ത് ആ കാശ്മീരികളും അതേമാതിരി ശീലവിചാരങ്ങളൊരു മ്ലേച്ഛതുല്യരായിട്ട് ഭവിക്കുന്നു പറയാം. അവർ പരസ്പരം പീഡിപ്പിച്ചും രാജാക്കന്മാരാൽ പീഡിക്കപ്പെട്ടും ഇങ്ങനെ നശിച്ചു എന്ന് പറയാം. ഇത് ശ്രീമദ് ഭാഗവതി മഹാപുരാണേ ദ്വാദശസ്കന്ധ്യാശ്രയനിരൂപിണേ ഭാവി സോമവംശ നിരൂപണം നാമ പ്രഥമാധ്യായ. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദ്വാദശസ്കന്ധം ദ്വിതീയാധ്യായം. ശ്രീശുക ഉവാച തതശ്ചാനുദിനം ധർമ്മ സത്യം ശൗചം ക്ഷമാദയാ കാലേന ബലിനാ രാജൻ നങ്ഷ്യന്ത്യായുർബലം സ്മൃതി. അനുദിനം ദിവസം തോറും ബലിനാ കാലേന ബലവാനായിട്ടുള്ള കാലം നിമിത്തം സ്മൃതി കർത്തവ്യം എന്നത് അകർത്തവ്യം എന്നുള്ള വിചാരം നങ്ഷ്യതി ശ്രീ ശുകുവിനെ ചെയ്യുക. രണ്ടാം അധ്യായത്തിൽ കലികാലം അഭിവൃദ്ധി വർദ്ധിക്കുന്ന മൂലം ധർമ്മം മുഴുവൻ നശിക്കുമ്പോൾ കൽക്കി അവതാരം ഉണ്ടാവുകയും ആ അവതാര സ്വരൂപത്തിനായിട്ടുള്ള ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ആ ധർമ്മം നശിക്കുകയും ധർമ്മം ഉറപ്പിക്കപ്പെടുകയും ചെയ്യുക നിമിത്തം രണ്ടാമത് കൃതയുഗം ആരംഭിക്കും. ഇത് കാണിക്കുക രാജൻ അനന്തരം ആർക്കും തടുക്കാൻ കഴിയാത്ത കലികാലാഭിവൃദ്ധി നിമിത്തം ദിവസം തോറും ധർമ്മം സത്യം ശൗചം ക്ഷമ ദയ ആയുസ് കാര്യകാര്യ വിചാരശക്തി ഈ ഗുണങ്ങളൊക്കെ മനുഷ്യരുടെ ഇടയിൽ കുറഞ്ഞു കുറഞ്ഞു വരും. വിത്തമേവ കലൗ നൃയൂണാം ജന്മാചാരഗുണോദയ ധർമ്മന്യായ വ്യവസ്ഥായാം കാരണം ബലം ഏവ ഹി കലൗ കലിയിൽ നൃണാം. മനുഷ്യരുടെ ജന്മാചാര ഗുണോദയ ജന്മം ആചാരം ഗുണം ഇവയുടെ ഉദയത്തോടു കൂടിയത്. വിത്തം ഏവ ധനം തന്നെ ധർമാന്യായ വ്യവസ്ഥായം ധർമ്മത്തിൻ്റെ ന്യായത്തിൻ്റെ വ്യവസ്ഥയിൽ കാരണം ഹേതു ബലം ഏവച ബലം തന്നെ. ഇപ്പോൾ കലിയുഗത്തിൽ ജന്മം നിമിത്തോ സദാചാരം നിമിത്തോ നിശ്ചയിക്കേണ്ട ഉത്കർഷാവണ ഗുണം ധനത്തെ ആശ്രയിച്ചിരിക്കുക. ധനാദിയുള്ളവൻ ജന്മനാ നികൃഷ്ടനും സദാചാരവിഹീനമായിരുന്നാൽ കൂടി ഉത്കൃഷ്ടനും സദാചാരയുക്തനായിട്ട് ഗണിക്കപ്പെടും. ധനഹീനോ ജന്മനാ ഉത്കൃഷ്ടനും സദാചാരയുക്തനായിരുന്നാലും നികൃഷ്ടനായിട്ട് ഗണിക്കപ്പെടും എന്ന് പറയുക. ധർമ്മത്തിനെ ന്യായത്തെ ഉറപ്പിക്കുന്ന ബലത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും. ധർമ്മവും ന്യായം ഇല്ലെങ്കിൽ കൂടി ബലവാൻ്റെ പക്ഷത്തിൽ ധർമ്മവും ന്യായവും ഉണ്ടെന്ന് നിശ്ചയിക്കും. ധർമ്മവും ന്യായം പൂർണ്ണമായിട്ടുണ്ടെങ്കിലും ദുർബലൻ്റെ പക്ഷത്തിന് ധർമ്മന്യായങ്ങളില്ല എന്നും നിശ്ചയിക്കുമെന്ന് സാരം. ദാമ്പത്യേഭിരുചിർ ഹേതുർ മായൈവ വ്യവഹാരികേ സ്ത്രീത്വേ പുംസ്തേ ചഹിരതിർവിപ്രത്വേ സൂത്രമേവ ഹീം. ദാമ്പത്യേഭിരുചിർ ഹേതുർമായൈവ വ്യാവഹാരികേ സ്ത്രീത്വേ പുംസ്ത്വേ ചഹിരതിർ വിപ്രത്വേ സൂത്രമേവ ചാം. ദമ്പതി ഭാവത്തിൽ അഭിരുചി താല്പര്യം ഹേതു കാരണം വ്യാവഹാരിക വ്യവഹാര വിഷയത്തിൽ കൊടുത്തുവാങ്ങലിൽ മായായ വഞ്ചന എന്ന ഏവ ഹേതു കാരണം സ്ത്രീത്വേ പുംസ്തേ സ്ത്രീത്വത്തിലും പുംസ്ത്വത്തിലും രതി സാമർഥ്യം തന്നെ കാരണം ഇപ്പുറത്തെ ബ്രാഹ്മണ ഭാവത്തിൽ സൂത്രം ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഭവിക്കുന്നത് അന്യോന്യ അനുരാഗത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും. രതി സാമർഥ്യത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും എന്ന് പറയാണ്. വംശമഹിമയോ മാതാപിതാക്കന്മാരുടെ സമ്മതം ഒന്നും ഗണിക്കില്ല എന്ന് സാരം.
ക്രയവിക്രയാദി ലോകാദി വ്യാപാരങ്ങളിൽ കാപട്ടി അധികമുള്ളവനെ ശ്രേഷ്ഠനാന്ന് ഗണിക്കും. സത്യം വ്യാപരിക്കുന്നവന് ശ്രേഷ്ഠ്യം ഇല്ലയെന്ന് സാരം. സ്ത്രീ പുരുഷന്മാരെ ശ്രേഷ്ഠത നിശ്ചയിക്കുന്ന രതി സാമർഥ്യം അനുസരിച്ചാവും. കുലശുദ്ധിയോ സദാചാരവും ഗണിക്കില്ല എന്ന് സാരം. ബ്രാഹ്മണനെന്ന് നിശ്ചയിക്കുന്ന പൂണൂലുണ്ടോയെന്ന് നോക്കിയിട്ടാവും. ശൗചം സന്തോഷം തുടങ്ങിയ സൂക്ഷ്മാംശങ്ങളെ ഗണിക്കില്ല എന്ന് സാരം. ലിംഗമേവാശ്രമധ്യാതാവന്യോന്യാപത്തി കാരണം ആവൃത്യാന്യായ ദൗർബല്യം പാണ്ഡിത്യേ ചാബലം. വച ആശ്രമഹ്യാതോ ആശ്രമങ്ങളുടെ ജ്ഞാനത്തിൽ ലിംഗം ഏവച ഹേതു അടയാളം തന്നെ കാരണം. അന്യോന്യാപത്തി കാരണം ച ലിംഗം ഏവച അന്യോന്യം ബഹുമാന കാരണവും എല്ലാം വേഷത്തിൽ ഒതുങ്ങുന്നു പറയുക. ആവൃത്യ ധനാദിദാനത്തിലുള്ള അസാമർഥ്യ നിമിത്ത ന്യായ ദൗർബല്യം ന്യായത്തിന് ബലഹാനി. പാണ്ഡിത്യ വൈദൂഷ്യത്തിൽ ചാബലം വച കാരണം ചബലവാക്ക് തന്നെ. ഇപ്പോൾ സന്യാസാദി ആശ്രമങ്ങളെ തിരിച്ചറിയണതിന് ദണ്ഡം കൃഷ്ണമൃഗചർമ്മം തുടങ്ങിയ അടയാളങ്ങളെ ഒരു കാരണമാക്കും അല്ലേ. അതത് ആശ്രമത്തിന് ഉചിതമായിട്ടുള്ള ധർമാനുഷ്ഠാനത്തെ കാരണമായിട്ട് ഗണിക്കില്ല. വെറുതെ എന്താ മൃഗചർമ്മവും ദണ്ഡമൊക്കെ ഉണ്ടായ സന്യാസിയെന്ന് കണക്കാക്കും. അവരുടെ അനുഷ്ഠാനങ്ങളെ ഗണിക്കില്ല എന്ന് സാരം. അന്യോന്യം ബഹുമാനിക്കുന്നതിനും ബാഹ്യചിഹ്നങ്ങളെ കാരണമാക്കി ജ്ഞാനാദി ഗുണങ്ങളെ ഗണിക്കില്ല എന്ന് സാരം. ധനാദികളെ വേണ്ട പോലെ ചെലവിടാശക്തനായിട്ട് വന്നാൽ അവൻ്റെ ഭാഗത്തുനിന്ന് ന്യായത്തിന് ബലം കുറയും. അവന് പരാജയം ഫലമാണെന്ന് സാരം. പണ്ഡിതനാന്ന് നിശ്ചയിക്കുന്നത് ബഹുഭാഷണത്തെ കാരണമാക്കും നോക്കിയിട്ടാണ്. വിദ്യാഭ്യാസത്തെ ഗണിക്കില്ല എന്ന് സാരം. അനാഢ്യതൈവാ സാധുത്വേ സാധുത്വേദംഭയേവതു സ്വീകാര്യയേവ ചുവാഹേ. സ്നാനമേവ പ്രസാധന. സാധുത്വേ സാധുവില്ല എന്നുള്ളതിൽ അനാഢ്യത ഏവ ഹേതു ധനല്യായ്മ തന്നെ കാരണം. സാധുത്വ ഉത്കർഷത്തിൽ ദംഭ ഏവ ആഡംബരം തന്നെ കാരണം. ഉദ്വാഹേ വിവാഹത്തിൽ സ്വീകാര ഏവ സ്വീകാരം തന്നെ. സ്നാനം കുളി പ്രസാധനം ഇവ മലാപഹരണം തന്നെ. ദാരിദ്ര്യം ഉണ്ടെന്ന് വന്നാലോ അവനെ നീചനാന്ന് ജനങ്ങൾ നിശ്ചയിക്കും. ബാഹ്യവേഷം വസ്ത്രാഭരണാദി മൂടിയോടെ ഉണ്ടെന്ന് കണ്ടാൽ ഉത്കൃഷ്ടനാന്ന് നിശ്ചയിക്കും. അന്യോന്യം സ്വീകരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം നടത്തും. ശാസ്ത്രീയമായിട്ടുള്ള വിധിയെ ഗണിക്കില്ല. ശരീരത്തിലെ ചെളികളെ മാത്രമായിരിക്കും സ്നാനം. ശാസ്ത്രാനുസരണമായിട്ടുള്ള തീർത്ഥസ്നാനം മുതലായതിനെ ഗണിക്കില്ല. ദൂരേ വാര്യയനം തീർത്ഥം ലാവണ്യം കേശധാരണം ഉദരം ഭരണം സ്വാർത്ഥ സത്യത്വേ ധാർഷ്ട്യമേവ ഹി. ദൂരവാര്യേയനം ദൂരെയുള്ള ജലാശയം, തീർത്ഥം പുണ്യസ്നാനം, കേശധാരണം മുടി ധരിക്കുന്നത്, ലാവണ്യം സൗന്ദര്യം, സ്വാർത്ഥപ്രയോജനം, ഉദരം ഭരണം ഉദരത്തെ ഭരിക്കുന്നത്, സത്യത്വേ സത്യഭാവത്തിൽ, ധാർഷ്ട്യം വഞ്ചന സാമർഥ്യം തന്നെയാണ്. അപ്പോൾ ദൂരസ്ഥലത്തുള്ള ജലാശയം തീർത്ഥാന്ന് കരുതും മനുഷ്യർ. എങ്ങാതി തീർത്ഥത്തെ അച്ഛനമ്മമാരെയോ ഗുരുജ്ഞാനികളെയോ പുണ്യസ്ഥാനമായിട്ട് കരുതില്ല. തലമുടിയുടെ ഭംഗിയിൽ ധരിക്കുന്നത് തന്നെ സൗന്ദര്യം എന്ന്, തലമുടി ഭംഗിയിൽ ധരിക്കുന്നത് തന്നെ സൗന്ദര്യം എന്ന് നിശ്ചയിക്കും. അവരവരുടെ ഉപജീവനം സമ്പാദിക്കുന്നത് പരമപുരുഷാർത്ഥ ലാഭമെന്ന് കരുതും. ധർമാദി പുരുഷാർത്ഥങ്ങളെ ഗണിക്കില്ല. പരവഞ്ചനാ സാമർഥ്യത്തെ ആസ്പദമാക്കിയിട്ട് സത്യത്തെ നിശ്ചയിക്കും. യഥാർത്ഥ ഭാഷണാദികളെ നിസാരാക്കും എന്ന് പറയും. അപ്പോൾ നമ്മളിന്ന് 6 തുടങ്ങിയിട്ട് നാളെ 7 തുടരും. 6 നിർത്തിയിട്ട് നാളെ 7 തുടരും. ശ്രീഹരി നമ ശ്രീഹരി നമ ശ്രീഹരി നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ.